ഓക്കെ, പി ജിയിൽ റെക്കോർഡ് എഴുതാനുള്ള മെറ്റീരിയൽ ലിസ്റ്റിൽ സെൻസോറിയൽ ഏരിയയിൽ നോബിൾ സിലിണ്ടർ, സ്പിങ് ടവർ, ബ്രൗൺ സ്റ്റെയർ, കളർ ടാബ്ലറ്റ്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി നെക്സ്റ്റ് വൺ ജിയോമെട്രിക് ക്യാബിനറ്റ്. ജിയോമെട്രിക് ക്യാബിനറ്റിൽ ഷേപ്സ്, കാർഡ്സ് രണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് പ്രസൻറ്റേഷൻസും എഴുതാനുണ്ട്, ഷേപ്പ് പ്രസൻറ്റേഷനും കാർഡ് പ്രസൻറ്റേഷനും. അപ്പം ജിയോമെട്രിക് ക്യാബിനറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഡെമോൺസ്ട്രേഷൻ ട്രേയിൽ നിന്നാണ്, അതല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ട്രേ എന്ന് പറയാം. അപ്പോൾ അതാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ പ്രസൻറ്റേഷൻ ട്രേയും കൂടെ എഴുതാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് സ്ക്രീനിൽ നമ്മുടെ ജിയോമെട്രിക് ക്യാബിനറ്റിൻ്റെ ഫോട്ടോ ഷെയർ ചെയ്യാം. ഓക്കെ, ഇതാണ് ജിയോമെട്രിക് ക്യാബിനറ്റ് മെറ്റീരിയൽ വരുന്നത്. ഫസ്റ്റ് നമ്മൾ ജിയോമെട്രിക് ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ ഇതേപോലെ 6 ഡ്രോയേഴ്സ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഫസ്റ്റ് പ്രസൻറ്റേഷൻ ട്രേ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രസൻറ്റേഷൻ ട്രേയും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും പറഞ്ഞ ശേഷം നമുക്ക് ആ ഒരു 6 ഡ്രോയേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ കോമ്പോണൻസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി മെറ്റീരിയൽ കുട്ടികളുടെ വിഷ്വൽ അതേപോലെ തന്നെ കിനസ്തെറ്റിക് സെൻസ് ഡെവലപ്പ് ആക്കാൻ, വിഷ്വൽ ആൻഡ് കിനസ്തെറ്റിക് സെൻസ് ഡെവലപ്പ് ആക്കാൻ യൂസ് ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ് ജിയോമെട്രിക് ക്യാബിനറ്റ്. ഇതിൽ വ്യത്യസ്ത ഷേപ്പുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. വിഷ്വലി വ്യത്യസ്ത ഷേപ്പുകൾ അവർ റെക്കഗ്നൈസ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും അത് വേർതിരിച്ച് മനസ്സിലാക്കാനും സാധിക്കും. അതിൽ തന്നെ ഓരോ ഷേപ്പിൻ്റെ ഡിഫറെൻറ്റ് സൈസസ് വെച്ചിട്ടും പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വ്യത്യസ്ത ഷേപ്പുകളെ കുറിച്ചും സൈസുകളെ കുറിച്ചും പഠിക്കാൻ യൂസ് ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ് ജിയോമെട്രിക് ക്യാബിനറ്റ്. ആ മെറ്റീരിയൽ വരുന്നത് യെല്ലോ കളർ സോക്കറ്റ് അല്ലെങ്കിൽ വുഡൻ സോക്കറ്റ് ആയിട്ട് അതിൽ ബ്ലൂ കളർ ഇൻസെറ്റ്സ് ആയിട്ടാണ് ഷേപ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി മെറ്റീരിയൽ കൊടുക്കാം. അതേപോലെ നമ്മൾ ഇത് വെച്ചിട്ട് പ്രസൻറ്റേഷൻ ട്രേ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ ട്രേ എന്ന ട്രേയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെയാണ് നമ്മൾ ജിയോമെട്രിക് ക്യാബിനറ്റിൽ വരുന്ന ഓരോ ഡ്രോയേഴ്സ് ആയിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ പിന്നെ നിങ്ങൾക്ക് എന്താണോ അതിനെക്കുറിച്ച് മാത്സിലേക്കുള്ള ഒരു പ്രിപ്പറേഷനായിട്ട് വരുന്ന മെറ്റീരിയലാണ്. അതേപോലെ തന്നെ കുട്ടികളുടെ ഹാൻഡ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കും. അതേപോലെ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ആക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ആ മെറ്റീരിയലിനെ കുറിച്ച് അറിയാവുന്നത് അതൊക്കെ നിങ്ങൾക്ക് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി മെറ്റീരിയലിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, ദെൻ ഏജ് ഗ്രൂപ്പ് വരെ നമുക്ക് 3 ഇയേഴ്സ് ഓൺവേർഡ്സ് ഈ ഒരു ആക്ടിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാം, 3 to 6 ഇയേഴ്സ്. ദെൻ ഡയറക്റ്റ് ടീം വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ ഓഫ് ഷേപ്സ് ആണ്. ഓരോ ഷേപ്സും വിഷ്വലി തന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇൻഡയറക്റ്റ് ടീം നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രിപ്പറേഷൻ ഫോർ മാത്തമാറ്റിക്സ്, അതേപോലെ പ്രിപ്പയർ ദെയർ ഹാൻഡ്സ് ഫോർ റൈറ്റിംഗ്, ഫൈൻ മോട്ടോർ സ്കിൽസ്, ഇതൊക്കെ നമുക്ക് ഇൻഡയറക്ട്ലി അവർക്ക് കിട്ടുന്ന സ്കിൽസാണ്. ഓക്കെ, പിന്നെ എന്താ പറയുക, ഈ ഒരു കളറ് സോക്കറ്റിൻ്റെ കളർ യെല്ലോ ആണ്, അതേപോലെ ഇൻസെറ്റിൻ്റെ കളർ ബ്ലൂ ആണെന്ന് പറഞ്ഞു. ആ ഒരു കളർ കോംബോ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതേപോലെ ടാക്ടൈൽ എക്സ്പ്ലോറേഷൻ ഓഫ് വേരിയസ് ഷേപ്സ്, ഓരോ ഷേപ്സും ടച്ച് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതും പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. പിന്നെ കറക്റ്റായിട്ട് അതിൻ്റെ സോക്കറ്റിലേക്ക് ആ ഒരു ഷേപ്പിലേക്ക് തിരിച്ച് വെക്കുന്നതും കറക്റ്റായിട്ട് വെക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനും പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. പിന്നെ കൺട്രോൾ ഓഫ് എറർ പറയുകയാണെങ്കിൽ ഈ ഓരോ ഷേപ്സും നമ്മുടെ ജിയോമെട്രിക് ക്യാബിനറ്റിലുള്ള ഓരോ ഷേപ്സും അതിൻ്റെതായിട്ടുള്ള സോക്കറ്റിലേക്കാണ് കറക്റ്റായിട്ട് ഫിറ്റ് ആവുള്ളൂ, അല്ലേ? അപ്പോൾ അതല്ലാതെ വെക്കുമ്പം അവർക്ക് തന്നെ വിഷ്വലി ചെക്ക് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റും വാട്ട് ഇസ് ദ എറർ എന്നുള്ളത്. അപ്പോൾ ഈച്ച് ജിയോമെട്രിക് ഷേപ്പ് ഇൻ ദ ക്യാബിനറ്റ് ഓൺലി ഫിറ്റ് ഇൻ ടു ദ കറസ്പോണ്ടിങ് സ്ലോട്ട് എന്ന് നമുക്ക് കൺട്രോൾ ഓഫ് എറർ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇനി കോമ്പണൻസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് മൊത്തത്തിലുള്ള കോമ്പണൻസ് ആണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മളെ പ്രസൻറ്റേഷൻ ട്രേനെ കുറിച്ചും പിന്നെ 6 ഡ്രോയേഴ്സിനെ കുറിച്ചും പിന്നെ കാർഡ്സിനെ കുറിച്ചും മൊത്തത്തിൽ പറയാം. എന്നിട്ട് നമുക്ക് പ്രസൻറ്റേഷൻ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ കോമ്പണൻസ് ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കോമ്പണൻറ്റ് പ്രസൻറ്റേഷൻ ട്രേ. ഇതിനെ നമുക്ക് ഡെമോൺസ്ട്രേഷൻ ഡിസ്ക്രിപ്ഷനായിട്ട് എന്തൊക്കെ എഴുതാം, ഇതിനെ നമുക്ക് ഡെമോൺസ്ട്രേഷൻ ട്രേ എന്നും പറയാം. ഇതിൽ വരുന്ന ഷേപ്സ് സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, ഈ 3 ഷേപ്സാണ് ഇതിനകത്ത് വരുന്നത്. അത് സോക്കറ്റിൻ്റെ കളറ് യെല്ലോ, അതേപോലെ തന്നെ ഇൻസെറ്റിൻ്റെ കളറ് ബ്ലൂ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അത്രയും നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതാം. പിന്നെ വരുന്നത് നെക്സ്റ്റ് സെക്കൻഡ് വൺ 6 ഡ്രോയേഴ്സ് എന്ന് എഴുതിയിട്ട് ഓരോ ഡ്രോയറും എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോൾ ജിയോമെട്രിക് ക്യാബിനറ്റിൽ 6 ഡ്രോയേഴ്സ് ആണ്. നേരത്തെ നമ്മൾ ഫോട്ടോയിൽ കണ്ട പോലെ ഇതേപോലെ 6 ഡ്രോയേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഓരോ ഡ്രോയറിലും വ്യത്യസ്ത ഷേപ്പുകളാണ്.
അപ്പം നമ്മൾ സെക്കൻഡ് കോമ്പോണൻറ്റ് 6 ഡ്രോയേഴ്സ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് ഡ്രോയർ 1 സർക്കിൾ ഡ്രോയർ, ദെൻ സർക്കിൾ ഡ്രോയർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതാം. ഡ്രോയർ 1 സർക്കിൾ ഡ്രോയർ എന്ന് എഴുതിയിട്ട് അതിൽ സർക്കിൾ ഡ്രോയർ എങ്ങനെയാണ് ഇതിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ 6 സർക്കിൾസ് ആണ് വരുന്നത്. വിത്ത് 6 സർക്കിൾ ലെസ്സിങ് ഇൻ ഡയമീറ്റർ ഫ്രം 10 സെൻറ്റിമീറ്റർ ടു 5 സെൻറ്റിമീറ്റർ. ഓരോന്നിൻ്റെ ഡയമീറ്റർ 10 സെൻറ്റിമീറ്ററിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ ആയിട്ട് കുറയുന്ന 6 സർക്കിൾസ് ആണ് ഡ്രോയർ 1 വരുന്നത്. അപ്പോൾ ഫസ്റ്റിൽ ലെഫ്റ്റിൽ ടോപ്പിൽ കിടക്കുന്ന ആ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള നെക്സ്റ്റ് 1 9 സെൻറ്റിമീറ്റർ, നെക്സ്റ്റ് 1 8 സെൻറ്റിമീറ്റർ, നെക്സ്റ്റ് 7, നെക്സ്റ്റ് 6, ദെൻ ലാസ്റ്റ് 1 5 സെൻറ്റിമീറ്റർ. ഇങ്ങനെ 10 സെൻറ്റിമീറ്റർ ടു 5 സെൻറ്റിമീറ്റർ ആയിട്ട് ഡയമീറ്റർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന 6 സർക്കിൾസ് ആണ് നമുക്ക് ഡ്രോയർ 1 വരുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ റെക്റ്റാങ്കുലർ ഡ്രോയർ. റെക്റ്റാങ്കുലർ ഡ്രോയർ, ഡ്രോയർ ടു റെക്റ്റാങ്കുലർ ഡ്രോയർ എന്ന് എഴുതുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് ദിസ് ഡ്രോയർ ഹാസ് 1 സ്ക്വയർ ആൻഡ് 5 റെക്റ്റാങ്കിൾസ്. ഇതിൽ ഫസ്റ്റിലത്തേത് സ്ക്വയർ ആണ് അല്ലേ, ബാക്കിയുള്ളതാണ് റെക്റ്റാങ്കിൾസ്. അതും നേരത്തെ പറഞ്ഞ സർക്കിളിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ വിഡ്ത്ത് എന്താവാണ് 10 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ നിന്ന് 1 സെൻറ്റിമീറ്ററിലേക്കായിട്ട് 1 സെൻറ്റിമീറ്റർ വീതം വെച്ചിട്ട് 1 സെൻറ്റിമീറ്ററിലേക്കായിട്ടല്ല 1 സെൻറ്റിമീറ്റർ വീതം വെച്ചിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ക്വയറിൻ്റെ സൈസ് എല്ലാ സൈഡിലും 10 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. നെക്സ്റ്റ് 9 സെൻറ്റിമീറ്റർ ആണ് വിഡ്ത്ത് കുറയുന്നത്, പിന്നെ 8 സെൻറ്റിമീറ്റർ ആയിട്ട് വിഡ്ത്ത് കുറയും. ഒരു സൈഡ് അപ്പോഴും കറൻ്റ്ലി 10 സെൻറ്റിമീറ്റർ ആവും, അപ്പോഴാണല്ലോ റെക്റ്റാങ്കിൾ ആവുന്നത്. ഒരു സൈഡ് മാത്രം വിഡ്ത്ത് മാത്രം ഓരോ സെൻറ്റിമീറ്റർ വീതം കുറഞ്ഞ് ലാസ്റ്റിലത്തേത് എത്തുമ്പോൾ 5 സെൻറ്റിമീറ്റർ വിഡ്ത്തും 10 സെൻറ്റിമീറ്റർ എന്ത് ലെങ്ത്തും ആയിട്ട് വരും. ഓക്കെ, അല്ലെങ്കിൽ ഹൈറ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനെ 1 സ്ക്വയറും 5 റെക്റ്റാങ്കിൾസും ആയിട്ട് സ്റ്റാർട്ട്സ് വിത്ത് 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് വിഡ്ത്ത് ഗെറ്റ് സ്മോളർ ബൈ 1 സെൻറ്റിമീറ്റർ ഈച്ച് എന്നുള്ളത്. അങ്ങനെയാണ് നെക്സ്റ്റ് സെക്കൻഡ് ഡ്രോയർ വരുന്നത്. ഓക്കെ, റെക്റ്റാങ്കുലർ ഡ്രോയർ. ഇനി തേർഡ് ട്രയാങ്കുലർ ഡ്രോയർ ആണ്. ട്രയാങ്കുലർ ഡ്രോയർ 6 ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ആണ് ഇതിൽ വരുന്നത്. ഏതൊക്കെയാണ് 6 ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾസിൻ്റെ ഒക്കെ നെയിംസ് എങ്ങനെയൊക്കെയാണ് ആ ഷേപ്സ് എന്നുള്ളതൊക്കെ അറിയാലോ, എന്തൊക്കെയാണ് അതായത് റൈറ്റ് ആംഗിൾ എന്താണ്, അക്യൂട്ട് ആംഗിൾ എന്താണ്, അതേപോലെ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്താണ്, ഐസോസ്ലസ് ട്രയാങ്കിൾ എന്താണ്, സ്കേലിൻ ട്രയാങ്കിൾ എന്താണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമോ? എന്തായാലും ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. കാരണം നമുക്കിനി ഇത് അങ്ങോട്ട് കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസിലായാലും പലതിലും നമുക്ക് ഈ ഒരു ട്രയാങ്കിൾസ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു ബേസ് എന്നുള്ള രീതിയിൽ ഞാനത് പറഞ്ഞുതരാം. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വലായിട്ട്, എല്ലാ കോർണേഴ്സും എല്ലാ സൈഡ്സും ഈക്വലായിട്ട് വരുന്ന ട്രയാങ്കിളാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ നോക്കുക, ടോപ്പ് ലെഫ്റ്റിൽ. അതിൽ ഈ എല്ലാ സൈഡും പരസ്പരം ഈക്വലാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അതേപോലെ അതിൻ്റെ എല്ലാ ആംഗിളും 60 ഡിഗ്രിയാണ് ആംഗിൾ വരുന്നത്, അതാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. പിന്നെ ഐസോസ്ലസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്കിതൊക്കെ യൂസ് ചെയ്യേണ്ട ട്രയാങ്കിൾസ് ആണ് ഐസോസ്ലസ്, സ്കാലിൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇനി ഇതിൽ നിന്ന് മാത്രമല്ല, നമുക്ക് കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ് എന്ന മെറ്റീരിയലുണ്ട്, അതിലായാലും ഒക്കെ നമുക്ക് വരുന്നുണ്ട് ഈ ഒരു ട്രയാങ്കിൾസിൻ്റെ നെയിംസൊക്കെ. അപ്പോൾ അവിടെ നിങ്ങളതൊക്കെ കാണാതെ പഠിക്കേണ്ടി വരും, ഏതൊക്കെ ഷേപ്സാണ് അതിനകത്തൊക്കെ വരുന്നത് എന്നുള്ളത് വൈവക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ, ഓരോ ട്രയാങ്കിളും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ഈസി ആയിട്ട് ഓർത്തെടുക്കാനും മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഈക്വൽ സൈഡ്സ് ആൻഡ് ഓൾ കോർണേഴ്സ് ആർ 60 ഡിഗ്രി, അതാണ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇനി ഐസോസ്ലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 സൈഡ് മാത്രം ഈക്വലായിട്ട് വരുന്ന ട്രയാങ്കിളാണ്. 2 സൈഡ് മാത്രം, ഒരു സൈഡ് ഈക്വൽ അല്ല, ബാക്കിയുള്ള 2 സൈഡും ഈക്വൽ ആണ്. അതേപോലെ തന്നെ 2 സൈഡിൻ്റെ ആംഗിളും ഈക്വൽ ആണ്. ഒരു സൈഡിൻ്റെത് ഈക്വൽ അല്ല, പക്ഷേ ബാക്കിയുള്ള 2 സൈഡിൻ്റെ ആംഗിളും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ആംഗിളും 2 സൈഡും 2 സൈഡ് ആംഗിളും 2 സൈഡും ഈക്വൽ ആയിട്ട് വരുന്നത്. ഓക്കെ, അതാണ് ഐസോസ്ലസ് ട്രയാങ്കിൾ. ഇനി സ്കേലിൻ ട്രയാങ്കിൾ, അങ്ങനെ ഒരു ട്രയാങ്കിൾ. നെക്സ്റ്റ് വൺ സ്കേലിൻ ട്രയാങ്കിൾ. സ്കേലിൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സൈഡും ഈക്വൽ അല്ല, അതേപോലെ തന്നെ ഒരു ആംഗിളും ഈക്വൽ അല്ലാത്ത ട്രയാങ്കിളാണ് സ്കേലിൻ ട്രയാങ്കിൾ. അതിൽ ഒരു സൈഡും ഈക്വൽ ആയിരിക്കില്ല, അതേപോലെ തന്നെ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കില്ല, എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പം അങ്ങനെ വരുന്നതാണ് സ്കേലിൻ ട്രയാങ്കിൾ. ഇനി നമ്മൾ ആംഗിളിനെ കുറിച്ചാണ് അറിയേണ്ടത്. റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പം 90 ഡിഗ്രി ആയിട്ട് വരുന്നതാണ് റൈറ്റ് ആംഗിൾ. ഓക്കെ, 90 ഡിഗ്രി ആംഗിൾ ആയിട്ട് വരുന്നതാണ് റൈറ്റ് ആംഗിൾ. ദെൻ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുമ്പം
നെക്സ്റ്റ് വൺ ഒപ്റ്റ്യൂസ് ആംഗിൾ. ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ലാർജർ ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിനേക്കാളും കൂടുതലായിട്ട് വരുന്നതാണ് ഒപ്റ്റ്യൂസ് ആംഗിൾ. ഓക്കെ. അക്യൂട്ട് ആംഗിൾ. നെക്സ്റ്റ് വൺ അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ എന്ന് പറയുമ്പം സ്മോളർ ദാൻ 90 ഡിഗ്രി. ഓക്കെ, എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആംഗിളാണ്. ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുമ്പോൾ ലാർജർ ദാൻ 90 ഡിഗ്രി ബട്ട് ലെസ് ദാൻ 180 ഡിഗ്രി. അക്യൂട്ട് ആംഗിൾ എന്ന് പറയുമ്പോൾ സ്മോളർ ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിനേക്കാളും കുറവായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ട്രയാങ്കിൾസിനെ കുറിച്ചും 3 ആംഗിൾസിനെ കുറിച്ചും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ട്രയാങ്കുലർ ഡ്രോയറിൽ 6 ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ആണെന്ന് പറഞ്ഞു. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും എല്ലാ കോർണേഴ്സും ഈ 60 ഡിഗ്രി ആയിട്ട് എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിളാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു സെറ്റിൽ ഫസ്റ്റ് കാണുന്ന ടോപ്പ് ലെഫ്റ്റിൽ ഫസ്റ്റ് കാണുന്നതാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ദെൻ റൈറ്റ് ഐസോസിലസ്. ഐസോസിലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സൈഡ് മാത്രം ഈക്വൽ ആയിട്ട്, ഒരു സൈഡ് ഈക്വൽ അല്ലാതെ ബാക്കി രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്നതാണ് ഐസോസിലസിലെ. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാലോ 90 ഡിഗ്രി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് വൺ നോക്കിക്കേ, ഇത് റൈറ്റ് ആംഗിൾ ആണ് അല്ലേ, 90 ഡിഗ്രി വരുന്നതാണ്. അതേപോലെ തന്നെ രണ്ട് സൈഡ് ഈക്വൽ, ഈ സൈഡും ഈക്വൽ ആണ്, മറ്റു സൈഡ് ഈക്വൽ അല്ല. അപ്പോൾ ഇതെന്താണ്? റൈറ്റ് ഐസോസിലസ്. റൈറ്റ് ഐസോസിലസ്. അപ്പോൾ സെക്കൻഡ് വൺ റൈറ്റ് ഐസോസിലസ്. ഓക്കെ. ഇനി നെക്സ്റ്റ് 6 ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ 2 പറഞ്ഞു. ഇനി തേർഡ് വൺ ഒപ്റ്റ്യൂസ് ഐസോസിലസ്. ഒപ്റ്റ്യൂസ് ഐസോസിലസ്. ഒപ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 90 ഡിഗ്രിയേക്കാളും കൂടുതലായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രിനേക്കാളും കൂടുതലാണ് വരുന്നത്. അതേപോലെ തന്നെ ഒപ്റ്റ്യൂസ് ഐസോസിലസ് എന്നാണ് പറഞ്ഞത്. ഐസോസിലസ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡ് ഈക്വൽ. അപ്പോൾ ഈ ഒരു സൈഡും ഈക്വൽ ആണ്. മൂന്നാമത്തെ. ഓക്കെ, മുകളിലുള്ള മൂന്നാമത്തെ റൈറ്റിലുള്ളത്. അപ്പം അതാണ് ഒപ്റ്റ്യൂസ് ഐസോസിലസ്. ഓക്കെ, 90 ഡിഗ്രിനേക്കാളും കൂടുതലുമാണ്, അതേപോലെ തന്നെ രണ്ട് സൈഡ് ഈക്വൽ ആണ്. അതാണ് ഒപ്റ്റ്യൂസ് ഐസോസിലസ്. ഇനി താഴെ ഫസ്റ്റ് വൺ അക്യൂട്ട് ഐസോസിലസ്. അക്യൂട്ട് ഐസോസിലസ്. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോളർ ദാൻ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി വരുന്നത് സ്മോളർ ദാൻ 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ അക്യൂട്ട് ഐസോസിലസ് എന്നാണ് പറഞ്ഞത്. ഐസോസിലസ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആണ്, മറ്റു സൈഡ് ഈക്വൽ അല്ല. രണ്ട് സൈഡ് മാത്രം ഈക്വൽ ആയിട്ട് വരുന്ന 90 ഡിഗ്രിനേക്കാളും കുറവായിട്ട് വരുന്നതുകൊണ്ടാണ് അക്യൂട്ട് ഐസോസിലസ് എന്ന് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ഇതിൽ എന്താ പറയുക, താഴത്തെ രണ്ടാമത്തേത് എന്താണ്? റൈറ്റ് സ്കെയിലിൻ ട്രയാങ്കിൾ. ഓക്കെ. റൈറ്റ് സ്കെയിലിൻ എന്ന് പറഞ്ഞാൽ, സ്കെയിലിൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൈഡും ഈക്വൽ അല്ല, അതേപോലെ തന്നെ ഒരു ആംഗിളും ഈക്വൽ അല്ലാത്തതാണ് സ്കെയിലിൻ ട്രയാങ്കിൾ. ഓക്കെ. അപ്പോൾ ഇവിടെ റൈറ്റ് സ്കെയിലിനാണ്, റൈറ്റ് ആംഗിൾഡ് സ്കെയിലിനാണ്. അപ്പോൾ ഇവിടെ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി വരുന്നത്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്കെയിലിൻ ട്രയാങ്കിൾ. സ്കെയിലിൻ എന്ന് പറയുമ്പോൾ ഒരു സൈഡ്, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും ഈക്വൽ അല്ല അല്ലേ. അപ്പോൾ അതാണ് റൈറ്റ് സ്കെയിലിൻ. ഇനി ലാസ്റ്റ് വൺ ഒപ്റ്റ്യൂസ് സ്കെയിലിൻ. ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജർ ദാൻ 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ ഈ ഒരു ഡിഗ്രി ലാർജർ ദാൻ 90 ഡിഗ്രിയാണ്. അതേപോലെ സ്കെയിലിനാണ്, അതായത് ഒരു സൈഡും ഈക്വൽ അല്ല. ഓക്കെ. അപ്പോൾ അതാണ് ഒപ്റ്റ്യൂസ് സ്കെയിലിൻ. അപ്പോൾ ഇങ്ങനെ 6 ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ആണ് ഡ്രോയർ 3യിൽ വരുന്നത്. നമ്മൾ കോമ്പണൻസ് ആൻഡ് ഡിസ്ക്രിപ്ഷനാണ് പറയുന്നത്. ഫസ്റ്റ് കോമ്പണൻറ്റ് പ്രസൻറ്റേഷൻ ട്രേ പറഞ്ഞു. അതിലേതൊക്കെ ഷേപ്സ് ആണ്, അതിൻ്റെ കളർ, സോക്കറ്റിൻ്റെ കളർ, ഇൻസെറ്റിൻ്റെ കളറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതി. സെക്കൻഡ് കോമ്പണൻറ്റ് 6 ഡ്രോയേഴ്സ്. ഈ 6 ഡ്രോയേഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഡ്രോയർ സർക്കിൾ ഡ്രോയർ വിത്ത് 6 സർക്കിൾസ് ഡ്രസ്സിംഗ് ഇൻ ഡയമീറ്റർ ഫ്രം 10 cm to 5 cm. സെക്കൻഡ് ഡ്രോയർ റെക്ടാങ്കുലർ ഡ്രോയർ. ദിസ് ഡ്രോയർ ഹാസ് 1 square and 5 rectangles. Start with 10 cm square and width gets smaller by 1 cm each. ഓക്കെ. ദെൻ തേർഡ് ഡ്രോയർ ആണ് ഇപ്പോൾ പറഞ്ഞത്, ട്രയാങ്കുലർ ഡ്രോയർ. 6 ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, റൈറ്റ് ഐസോസിലസ്, ഒപ്റ്റ്യൂസ് ഐസോസിലസ്, അക്യൂട്ട് ഐസോസിലസ്, റൈറ്റ് സ്കെയിലിൻ, ഒപ്റ്റ്യൂസ് സ്കെയിലിൻ. ഓക്കെ. ഇനി ഫോർത്ത് വൺ പോളിഗൺ ഡ്രോയർ. ഇതാണ് പോളിഗൺ ഡ്രോയർ കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് അതിൻ്റെ കറക്റ്റ് ഇമേജ് എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ്. അപ്പം ഫോർത്ത് വൺ പോളിഗൺ ഡ്രോയർ. ഇതിനകത്ത് 6 റെഗുലർ പോളിഗൺസ് ആണ് വരുന്നത്. ഏതൊക്കെയാണ് 6 റെഗുലർ പോളിഗൺസ്? പെൻഡഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, നണ്ണഗൺ, ഡെക്കഗൺ, ഒക്ടഗൺ. ഒന്നുകൂടെ പറയാം: പെൻഡഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, നണ്ണഗൺ, ഡെക്കഗൺ, ഒക്ടഗൺ. ഓക്കെ. അപ്പം ഇങ്ങനെ 6 റെഗുലർ പോളിഗൺസ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഫോർത്ത് ഡ്രോയർ, പോളിഗൺ ഡ്രോയർ. ഏതൊക്കെയാണ്? പെൻഡഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ,
നണ്ടഗൺ, ഡെക്കഗൺ, ഒക്ടഗൺ. ഓക്കെ, ദെൻ ഫിഫ്ത്ത് ഡ്രോയറിൽ 4 കർവ് ലീനിയർ ഫിഗേഴ്സ് ആണ് വരുന്നത്. 4 കർവ് ലീനിയർ ഫിഗേഴ്സ്. ഏതൊക്കെയാണ് കർവ് ലീനിയർ ഫിഗേഴ്സ്? 4 കർവ് ലീനിയർ ഫിഗേഴ്സ്. ഈ ഫസ്റ്റ് വൺ, ഈ സ്റ്റാർട്ടിങ്ങിൽ ഈ ഫസ്റ്റ് വൺ കിടക്കുന്ന ഇതാണ് എന്ത്? കർവ് ലീനിയർ ട്രയാങ്കിൾ. കർവ് ലീനിയർ ട്രയാങ്കിൾ. ഇവിടെ 4 ഷേപ്സേ ഉള്ളൂ. ഈ ഒരു ഫിഫ്ത്ത് ഡ്രോയറിൽ 4 ഷേപ്സേ ഉള്ളൂ. ബാക്കി നമ്മളിപ്പോൾ 4 ഡ്രോയേഴ്സ് പറഞ്ഞല്ലോ, അതിലൊക്കെ 6 ഷേപ്സ് ആണ് ഉണ്ടായിരുന്നത്. ഫിഫ്ത്ത് ഡ്രോയറിൽ 4 ഷേപ്സേ ഉള്ളൂ കേട്ടോ. 4 കർവ് ലീനിയർ ഫിഗേഴ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ കർവ് ലീനിയർ ട്രയാങ്കിൾ. പിന്നെ വരുന്ന ഷേപ്പ് ഏതാണ്? ഇത് ഈ പൂ പോലെ കാണുന്ന ഇതാണ് ക്വാർട്ടർ ഫോയിൽ. ക്വാർട്ടർ ഫോയിൽ. ഓക്കെ, പിന്നെ ഇനി നെക്സ്റ്റ് ഓവൽ. സ്ക്രീനിൽ ശ്രദ്ധിക്കുക, അതാണ് ഓവൽ ഷേപ്പ്. ദെൻ മറ്റൊരു ഷേപ്പ് എല്ലിപ്സ്. എല്ലിപ്സ്. ഓക്കെ, അപ്പം ഇങ്ങനെ 4 ഷേപ്സ് ആണ് വരുന്നത്. കർവ് ലീനിയർ, ട്രയാങ്കിൾ, ക്വാർട്ടർ ഫോയിൽ, ഓവൽ, എലിപ്സ്. ഇങ്ങനെ 4 ഷേപ്സ് ആണ് നമ്മുടെ ഫിഫ്ത്ത് ഡ്രോയറിൽ വരുന്നത്. 4 കർവ് ലീനിയർ ഫിഗേഴ്സ് കേട്ടോ. ഇനി നെക്സ്റ്റ് സിക്സ്ത് ഡ്രോയർ, 4 ക്വാഡ്രിലാറ്ററൽസ്. അതിനകത്തും 4 ഷേപ്സേ ഉള്ളൂ. 4 ക്വാഡ്രിലാറ്ററൽസ്. ഓക്കെ, ഏതൊക്കെയാണ് ക്വാഡ്രിലാറ്ററൽസ്? റോംബസ്, പാരലലോഗ്രാം, isosceles trapezoid, right trapezoid. Okay. ഇതാണ് isosceles trapezoid. This is rhombus. Sorry, this is parallelogram. This is rhombus and this is right trapezoid. Okay. നമ്മൾ പറഞ്ഞുതരാം. isosceles trapezoid. ഇതാണ് isosceles trapezoid. പാരലലോഗ്രാം എന്നാണ് പാരലലോഗ്രാം. Then rhombus. This is rhombus. Then right trapezoid. റൈറ്റ് ട്രപ്പിസോയിഡ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് 6 ഡ്രോയേഴ്സിലും കൂടെ ആയിട്ട് വരുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് ഫസ്റ്റ് ഡ്രോയറിൽ 6 ഷേപ്സ് ആയിരുന്നു. സെക്കൻഡ് ഡ്രോയറിൽ 6 ആണ്. അപ്പോൾ 6 + 6 12 ആയി. തേർഡ് ഡ്രോയറിൽ 6 ആണ്. അപ്പോൾ 12 + 6 18 ഷേപ്സ് ആയി. ഫോർത്ത് ഡ്രോയറിലും 6 ഷേപ്സ് ആണ്. അപ്പം 18 + 12 24 ആയി. ദെൻ ഫിഫ്ത്ത് ഡ്രോയറിൽ 4 ഷേപ്സേ ഉള്ളൂ. അപ്പോൾ 24 + 4 28. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ഡ്രോയറിലും 4 ഷേപ്സേ ഉള്ളൂ. അപ്പോൾ 28 + 4 32. അപ്പോൾ ടോട്ടൽ ഈ 6 ഡ്രോയേഴ്സിലും കൂടെ ആയിട്ട് 32 ഷേപ്സ് ആണ് വരുന്നത്. അപ്പോൾ ജോമെട്രി ക്യാബിനറ്റിൽ എത്ര ഷേപ്സ് ആണ്? 32 ഷേപ്സ്. ഇതൊക്കെ വൈവക്ക് 1 വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം മൊത്തത്തിൽ 32 ഷേപ്സ് ആണ് നമ്മൾ 6 ഡ്രോയേഴ്സിലും കൂടെ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി തേർഡ് കോമ്പണൻറ്റ്. ഇപ്പം നമ്മൾ 2 കോമ്പണൻ്റ് ആണ് എഴുതി കഴിഞ്ഞത്. ഇനി തേർഡ് കോമ്പണൻറ്റ് കാർഡ്സ്. കാർഡ്സിന് എഴുതാം. കാർഡ് പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് കാർഡ്സ് വേണം. അതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് കാർഡ്സ് എങ്ങനെയാണ് വരുന്നത്? 3 സെറ്റ് കാർഡ്സ് ആണ് ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതാം. അല്ലെങ്കിൽ കോമ്പണൻറ്റ് നിങ്ങൾ എഴുതുമ്പോൾ 3 സെറ്റ് കാർഡ്സ് എന്ന് എഴുതിക്കോ. 3 സെറ്റ് കാർഡ്സ്. എന്നിട്ട് ഡിസ്ക്രിപ്ഷനായിട്ട് എന്ത് എഴുതാം? 3 സെറ്റ് കാർഡ് എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ 3 സെറ്റ് കാർഡ്സ് എന്ന് പറയുമ്പോൾ ഇതേപോലെ എന്താ പറയുക, ഇതേപോലെയാണ് നമുക്ക് 3 സെറ്റ് കാർഡ്സ് വരുന്നത്. ഇപ്പം നമ്മൾ ക്വാർട്ടർ ഫോയിലിൻ്റെ കാർഡ്സ് ആണ് ഈ കാണുന്നത്. ഫസ്റ്റ് സെറ്റ് എന്ന് പറയുമ്പം ഫുള്ളി സോളിഡ് കളറായിട്ട് വരുന്ന കാർഡാണ്. സോളിഡ് കളർ കാർഡ്സ്. ഫസ്റ്റ് സെറ്റ് സോളിഡ് കളർ കാർഡ്സ്. ഓക്കെ, 3 സെറ്റ് കാർഡ്സ് ആണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ എഴുതുന്നത്. 3 സെറ്റ് കാർഡ് എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് സെറ്റ് സോളിഡ് കളർ കാർഡ്സ്. മൊത്തത്തിൽ ബ്ലൂ കളറിലാണ് അതിനകത്ത് ഉണ്ടാവുക. ഇവിടെ ഈ ഫസ്റ്റ് കാണുന്നതാണ് കേട്ടോ സോളിഡ് കളർ കാർഡ്സ്. ദിസ് വൺ. ഓക്കെ, ഇതാണ് സോളിഡ് കളർ കാർഡ്സ്. ഇനി സെക്കൻഡ് സെറ്റ് തിക്ക് ഔട്ട്ലൈൻ. ബ്ലൂ കളറിലുള്ള തിക്ക് ഔട്ട്ലൈൻ ആയിട്ട് വരുന്ന കാർഡാണ് രണ്ടാമത്തെ കാർഡ്. തിക്ക് ഔട്ട്ലൈൻ ബ്ലൂ കളറിലാണ് അതിൻ്റെ ഔട്ട്ലൈന് വരുന്നത്. അതും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതണേ. ദെൻ തേർഡ് കാർഡ് തിൻ ഔട്ട്ലൈൻ. ഓക്കെ, തിൻ ഔട്ട്ലൈൻ ബ്ലൂ കളറിലാണ് തിൻ ഔട്ട്ലൈൻ കാർഡ് വരുന്നത്. വൈറ്റ് കളറിലാണ് കാർഡ് വരിക. അതിനകത്ത് ഈ ഷേപ്സ് വരുന്നത് ഫസ്റ്റ് സെറ്റ് സോളിഡ് കളറ്,
ബ്ലൂ കളറിൽ, സെക്കൻഡ് സെറ്റ് തിക്ക് ഔട്ട്ലൈൻ ബ്ലൂ കളറിൽ, തേർഡ് സെറ്റ് തിൻ ഔട്ട്ലൈൻ ബ്ലൂ കളറിൽ. അപ്പം ഇങ്ങനെയാണ് കാർഡ്സ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതാനുള്ളത്. ഓക്കെ. പിന്നെ മാറ്റാണ്, ഫ്ലോറിലാണ് ചെയ്യുന്നത്. സോ വലിയൊരു മാറ്റും അതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് നമ്മൾ ഫ്ലോർ മാറ്റിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എഴുതാം കേട്ടോ. ഓക്കെ. അപ്പോൾ അത്രയാണ് കോമ്പണൻസ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് പ്രസൻറ്റേഷനാണ് നോക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് ഡെമോൺസ്ട്രേഷൻ. അപ്പോൾ നിങ്ങൾ പ്രസൻറ്റേഷൻ എഴുതുമ്പം എന്താ പറയുക, മെത്തേഡ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ടു സ്റ്റുഡൻസ് ഒക്കെ എഴുതിയിട്ട് ഫസ്റ്റ് പ്രസൻറ്റേഷൻ, ഡെമോൺസ്ട്രേഷൻ, ട്രേ എന്ന് എഴുതാം. ഫസ്റ്റ് പ്രസൻറ്റേഷൻ വൺ, ഡെമോൺസ്ട്രേഷൻ ട്രേ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ട്രേ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ എന്നുള്ളത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ പ്രസൻറ്റേഷൻ ട്രേ മാറ്റിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ട്രേ ക്യാരി ചെയ്യുന്ന അതേ മെത്തേഡിലാണ് പിടിക്കുന്നത്, 4 ഫിംഗേഴ്സ് താഴെയും തമ്പ് മുകളിലുമായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൈറ്റിലെ 3 ഫിംഗേഴ്സ് കൊണ്ട് നോബ് പിടിച്ചിട്ട് ഓരോരോ ഷേപ്സ് ആയിട്ട് എടുത്തിട്ട് മാറ്റിലേക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ. റൈറ്റ് ഹാൻഡിലെ 3 ഫിംഗേഴ്സൊക്കെ കറക്റ്റായിട്ട് റെക്കോർഡിൽ എഴുതണം കേട്ടോ, കാണിക്കണം. അപ്പോൾ റൈറ്റിലെ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ലെഫ്റ്റിൽ ഏത് ഷേപ്പാണോ വരുന്നത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ട്. അപ്പോൾ സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരോ ഷേപ്സും എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ലെഫ്റ്റിലെ ലെഫ്റ്റിലെ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് നോബ് പിടിക്കുക. ലെഫ്റ്റിലെ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് നോബ് പിടിക്കുക. റൈറ്റിലെ ഇൻഡെക്സ് ആൻഡ് മിഡിൽ ഫിംഗർ കൊണ്ട് ഈ ഷേപ്പിൻ്റെ ബേസ് ട്രേസ് ചെയ്യുക. ബേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴ്ഭാഗം, ഷേപ്പിൻ്റെ ബേസ് ട്രേസ് ചെയ്യുക. പിന്നെ സോക്കറ്റും ട്രേസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അതിലേക്ക് തിരിച്ചു വെക്കാം. ഓക്കെ. അതേപോലെ ബാക്കിയുള്ള ഷേപ്സ് ചെയ്യാം. ഇപ്പം നമ്മൾ ഷേപ്പ് ട്രേസ് ചെയ്തിട്ടുള്ള പ്രസൻറ്റേഷൻ കഴിഞ്ഞു. ഇനി നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ 3 പീരീഡ് ലെസൺ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ 3 ഷേപ്സ് എടുത്ത് മാറ്റിലേക്ക് വെക്കുക. എന്നിട്ട് 3 പീരീഡ് ലെസൺ യൂസ് ചെയ്തിട്ട് ഈ ഷേപ്സിൻ്റെ നെയിം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ സ്ക്വയറും ട്രയാങ്കിളും സർക്കിളും സ്ക്വയറും ട്രയാങ്കിളും വെച്ചു. അതിനുശേഷം ദിസ് ഇസ് സർക്കിൾ, ദിസ് ഇസ് സർക്കിൾ, circle. This is square, square, square. This is a triangle, triangle, triangle എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സെക്കൻഡ് പീരീഡിൽ ക്യാൻ യു ഷോ മീ സർക്കിൾ, ക്യാൻ യു ഷോ മീ ട്രയാങ്കിൾ, ക്യാൻ യു ഷോ മീ സ്ക്വയർ, ക്യാൻ യു പ്ലേസ് എ സർക്കിൾ ഹിയർ, ക്യാൻ യു പ്ലേസ് എ ട്രയാങ്കിൾ ഹിയർ, ക്യാൻ യു പ്ലേസ് എ സ്ക്വയർ ഹിയർ, ക്യാൻ യു ട്രേസ് സർക്കിൾ, ക്യാൻ യു ട്രേസ് എ സ്ക്വയർ, ക്യാൻ യു ട്രേസ് എ ട്രയാങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻ യു എന്താ പറയുക, അങ്ങനെയൊക്കെ പല രീതിയിൽ പറഞ്ഞിട്ട് സെക്കൻഡ് പീരീഡിൽ നമ്മൾ കുറച്ച് അധികം ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെ ചെയ്ത ശേഷം തേർഡ് പീരീഡ് അവർക്കത് മനസ്സിലായാൽ നമുക്ക് ഉറപ്പായാൽ മാത്രം തേർഡ് പീരീഡിലേക്ക് പോവുക. അപ്പോൾ വിച്ച് ഷേപ്പ് ഈസ് ദിസ് എന്ന് ചോദിച്ചിട്ട് തേർഡ് പീരീഡ് റീകോൾ പീരീഡ് അതിലവർ ഏത് എന്താ ഷേപ്പിൻ്റെ നെയിം എന്താണെന്നുള്ളത് അവർ വൊക്കാബുലറി ആയിട്ട് പറയണം. അപ്പോൾ അങ്ങനെ 3 പീരീഡ് ലെസൺ യൂസ് ചെയ്തിട്ട് ഈ 3 ഷേപ്പും വെച്ചിട്ട് 3 പീരീഡ് ലെസൺ യൂസ് ചെയ്തിട്ട് ഷേപ്പിൻ്റെ നെയിം പഠിപ്പിക്കുക. അത്രയാണ് പ്രസൻറ്റേഷൻ ട്രയൽ മൊത്തത്തിൽ നിങ്ങൾ എന്ത് എഴുതേണ്ടത്, പ്രസൻറ്റേഷൻ എഴുതേണ്ടത്.
ഓക്കെ. അപ്പം നമ്മുടെ മൊത്തം പ്രസൻറ്റേഷൻ എഴുതാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് പ്രസൻറ്റേഷൻ 1 എഴുതിയിട്ട് ഡെമോൺസ്ട്രേഷൻ ട്രേ ഓർ പ്രസൻറ്റേഷൻ ട്രേ എന്ന് എഴുതുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ ചെയ്ത പോലെ ഷെൽഫിൽ നിന്ന് 4 ഫിംഗേഴ്സ് താഴെയും തമ്പുകളിലായിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുവരിക, മാറ്റിലേക്ക് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റിൽ നിന്ന് ഫസ്റ്റ് ഷേപ്പ് നമ്മൾ എടുത്തിട്ട് മാറ്റിലേക്ക് പ്ലേസ് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ ഷേപ്സും നമ്മൾ റൈറ്റിൽ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് പിടിക്കുക, എന്നിട്ട് മാറ്റിലേക്ക് പ്ലേസ് ചെയ്യുക. അത് ഇൻക്ലൂഡ് ചെയ്യിക്കണേ. അങ്ങനെ ചെയ്ത ശേഷം പിന്നെ നമ്മൾ ലെഫ്റ്റിലെ 3 ഫിംഗേഴ്സ് കൊണ്ട് ഈ നോബ് പിടിച്ചെടുത്തിട്ട് ഷേപ്പിലെ നോബ് പിടിച്ചെടുത്തിട്ട് റൈറ്റിലെ ഇൻഡെക്സ് ആൻഡ് മിഡിൽ കൊണ്ട് ഷേപ്പിൻ്റെ ബേസ് ട്രേസ് ചെയ്യുക, സോക്കറ്റ് ട്രേസ് ചെയ്യുക, അതിലേക്ക് തിരിച്ചു വെക്കുക. ബാക്കിയുള്ള 2 ഷേപ്പും ഇതേപോലെ ചെയ്യുക. പിന്നെ ഇത് കഴിഞ്ഞാൽ നമുക്ക് 3 പീരിയഡ് ലെസൺ യൂസ് ചെയ്തിട്ട് ഈ ഷേപ്പിൻ്റെ നെയിം പഠിപ്പിക്കാം. അപ്പോൾ 3 ഷേപ്സ് നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്തു വെച്ച ശേഷം നെയിമിംഗ് പീരീഡ് ചെയ്യുക, ദെൻ റെക്കഗ്നീഷൻ പീരീഡ് ചെയ്യുക, ദെൻ റീകോൾ പീരീഡ് ചെയ്യുക. സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ എന്നുള്ള ഷേപ്പ് നെയിം 3 പീരിയഡ് ലെസണിലൂടെ പഠിപ്പിക്കുക. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഓൺ വേർഡ്സിൽ ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്യുക, എഴുതുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പ്രസൻറ്റേഷൻ കണ്ടു. ഇനി നമുക്ക് സെക്കൻഡ് പ്രസൻറ്റേഷൻ വിത്ത് ഡ്രോയേഴ്സ്, ഒരു ഡ്രോയർ യൂസ് ചെയ്തിട്ടാണ് സെക്കൻഡ് പ്രസൻറ്റേഷൻ വരുന്നത്, അതായത് ഷേപ്പ് പ്രസൻറ്റേഷൻ. സെക്കൻഡ് പ്രസൻറ്റേഷൻ ടു ഷേപ്പ് പ്രസൻറ്റേഷൻ. أكسترد داكس من خبراء اللثة. أيوه. ഇതിൽ ആ ഷേപ്സിൻ്റെ നെയിംസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ ആ 6 ഡ്രോയേഴ്സ് ഒന്നുകൂടെ കാണാം കേട്ടോ നിങ്ങൾ. Hello, thank you for watching Mr. A's അപ്പോൾ Montessori. നമ്മൾ ഇനി പ്രസൻറ്റേഷൻ നോക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഡ്രോയർ, സർക്കിൾ ഡ്രോയർ, ഏതെങ്കിലും ഒരു ഡ്രോയർ വെച്ചിട്ട് നിങ്ങൾ എഴുതുക. അപ്പോൾ ഇവിടെ സർക്കിൾ ഡ്രോയർ, നമ്മുടെ ഫസ്റ്റ് ഡ്രോയർ ഏതാണ്? സർക്കിൾ ഡ്രോയറാണ്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട് മാറ്റിലേക്ക്. മാറ്റ് എൻറോൾ ചെയ്യുക. ട്രേ പിടിക്കുന്ന അതേ മെത്തേഡിൽ തന്നെ ഈ ഡ്രോയർ പിടിച്ച് കൊണ്ടുവരിക, മാറ്റിലേക്ക് പ്ലേസ് ചെയ്യുക. ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. 3 ഫിംഗേഴ്സ്, റൈറ്റിലെ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഓരോരോ സർക്കിൾസ് ആയിട്ട് നമ്മൾ മാറ്റിലേക്ക് പ്ലേസ് ചെയ്യാം. പിന്നെ നേരത്തെ കണ്ടില്ലേ നമ്മൾ ലെഫ്റ്റിലെ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് നോബ് പിടിച്ചിട്ട് ബേസും ട്രേസ് ചെയ്യുന്നു, സോക്കറ്റും ട്രേസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അതാണ് ഷേപ്പ് ട്രേസിംഗ് പ്രസൻറ്റേഷൻ കേട്ടോ. ഷേപ്പ് ട്രേസിംഗ് പ്രസൻറ്റേഷൻ. The first step is to show the child how to carry the circle drawer from the cabinet to the work mat by carrying it with both hands. Then place it on the center of the work mat. Take out each insert starting from the left using the thumb, index finger, and middle finger. ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് With ചെയ്യുക, the 3 right hand. ഫിംഗേഴ്സ് യൂസ് ചെയ്യുക. ഓരോരോ ഷേപ്സും നമ്മൾ മാറ്റിലേക്ക് പ്ലേസ് ചെയ്യാം. After taking out all the insets, trace the back part of the inset by carrying it with the non-writing hand and tracing the back with the writing hand's index finger and middle finger. ഓക്കെ. അതിനുശേഷം എല്ലാം പ്ലേസ് ചെയ്ത ശേഷം നമ്മൾ ലെഫ്റ്റിലെ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് നോബ് പിടിച്ചെടുക്കുക. ആ ഷേപ്പിൻ്റെ ബാക്ക് സൈഡ്, അതായത് ബേസ്, നമ്മൾ റൈറ്റിലെ ഇൻഡെക്സ് ആൻഡ് മിഡിൽ ഫിംഗർ കൊണ്ട് ട്രേസ് ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറക്റ്റ് സോക്കറ്റ് ഏതാണോ അതും ട്രേസ് ചെയ്തിട്ട് അതിലേക്ക് തിരിച്ചു വെക്കാം. In a counterclockwise direction. Find the matching frame and trace the frame the same way. Match the remaining insets to the frame the same way. ബാക്കിയിലെല്ലാം ഇതേപോലെ ചെയ്യാം കേട്ടോ. ലെഫ്റ്റിലെ 3 ഫിംഗേഴ്സ് കൊണ്ട് പിടിച്ചിട്ട് റൈറ്റിലെ ഇൻഡെക്സ് ആൻഡ് മിഡിൽ കൊണ്ട് ട്രേസ് ചെയ്യുന്നു, സോക്കറ്റും ട്രേസ് ചെയ്യുന്നു, തിരിച്ചു വെക്കാം.
After placing all the insets back in its frame, take it out again and let the child repeat the activity the same way. ഓക്കെ, തിരിച്ച് ഷെൽഫിലേക്ക് നമ്മുടെ ഡ്രോയറിലേക്ക് തന്നെ തിരിച്ച് വെക്കുക. അതാണ് അത്രയാണ് നമ്മൾ പ്രസൻറ്റേഷൻ വരുന്നത്. അപ്പോൾ ഷെൽഫിൽ നിന്ന് കൊണ്ടുവന്നത് മുതൽ തിരിച്ച് വെക്കുന്നവരാണ് ഒരു പ്രസൻറ്റേഷൻ ഉള്ളത് കേട്ടോ. അപ്പോൾ അത്രയും എഴുതുക റെക്കോർഡിൽ. തേർഡ് പ്രസൻറ്റേഷൻ 3 കാർഡ്സ് പ്രസൻറ്റേഷനാണ്. നമ്മൾ കാർഡ്സ് കണ്ടില്ലായിരുന്നോ കോമ്പണൻസ് ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ? അതിലെ കാർഡ് പ്രസൻറ്റേഷനാണ് നെക്സ്റ്റ് നോക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ഡ്രോയർ, അപ്പം നമ്മൾ ഫസ്റ്റ് സർക്കിൾ ഡ്രോയർ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതിൻ്റെ കാർഡ് പ്രസൻറ്റേഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ് ജസ്റ്റ് നമ്മുടെ ഫോർത്ത് ഡ്രോയറിൻ്റെയാണ് ഞാൻ കാണിക്കുന്നത്. സർക്കിൾ ഡ്രോയറിൻ്റെ കാർഡ്സ് പ്രസൻറ്റേഷൻ അല്ല, ഫോർത്ത് ഡ്രോയറിൻ്റെയാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ഫോർത്ത് ഡ്രോയർ ഏതായിരുന്നു? പോളിഗൺ ഡ്രോയർ അല്ലേ? അപ്പോൾ അത് വെച്ചിട്ടാണ് കാർഡ് പ്രസൻറ്റേഷൻ കാണിക്കുന്നത്. സർക്കിൾ ഡ്രോയറിൻ്റെത് ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോർത്ത് ഡ്രോയർ വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം. സെയിം പ്രസൻറ്റേഷൻ തന്നെയാണ് ഏത് ഡ്രോയർ വെച്ചിട്ടായാലും. ഓക്കെ, നമ്മൾ സർക്കിൾ ഡ്രോയറിൻ്റെ ഷേപ്പ് പ്രസൻറ്റേഷൻ കഴിഞ്ഞാൽ അതിൻ്റെ കാർഡ് പ്രസൻറ്റേഷൻ നോക്കാം. അപ്പോൾ കാർഡ്സ് എങ്ങനെയാണ് വരിക? സോളിഡ് കളർ, തിക്ക് ഔട്ട്ലൈൻ, തിൻ ഔട്ട്ലൈൻ അല്ലേ? അതിൽ ഫസ്റ്റ് നമ്മൾ സോളിഡ് കളറായിട്ടുള്ള കാർഡ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോളിഡ് കളറായിട്ടുള്ള കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 32 ഷേപ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നമ്മുടെ 6 ഡ്രോയേഴ്സിലും കൂടെ ആയിട്ട് 32 ഷേപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 32 ഷേപ്സിനും ഈ 3 സെറ്റ് കാർഡ് ഉണ്ട്. അതായത് ഇപ്പം ഇപ്പം ട്രയാങ്കുലർ ഡ്രോയർ അല്ലെങ്കിൽ പോളിഗൺ ഡ്രോയറിലാണെങ്കിൽ തന്നെ പെൻഡഗൺ എന്ന ഷേപ്പിന് തന്നെ ഉണ്ട് സോളിഡ് കളറായിട്ടുള്ളതും തിക്ക് ഔട്ട്ലൈൻ ആയിട്ടുള്ളതും തിൻ ഔട്ട്ലൈൻ ആയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ഹെക്സഗൺ എന്ന ഷേപ്പിന് തന്നെ ഈ 3 സെറ്റ് കാർഡ്. അങ്ങനെ ഓരോ ഷേപ്പിനും ഇപ്പം നമ്മൾ സർക്കിൾ ഡ്രോയറിലാണെങ്കിൽ 6 സർക്കിൾസ് ആണെന്ന് പറഞ്ഞു, ഡിഫറെൻറ്റ് സൈസിൽ വരുന്ന സർക്കിൾസ് അല്ലേ? അപ്പോൾ ഓരോ സൈസിൽ വരുന്ന സർക്കിൾസിനും ഉണ്ട് എന്ത്? ഈ 3 സെറ്റ് കാർഡ്. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കാർഡ് വരും? ടോട്ടൽ 96 കാർഡ്സ് വരും. 32 ഷേപ്സ് അല്ലേ, ഓരോന്നിനും 3 വീതം കാർഡ്സ് എന്ന് പറയുമ്പോൾ 32 × 3 96 കാർഡ്സ് വരും. ഓക്കെ, അപ്പോൾ ആ കാർഡ്സിൻ്റെ ഇത് എഴുതിയില്ലേ, കോമ്പണൻസ് 3 സെറ്റ് കാർഡ്സ് എന്നുള്ളത്, കാർഡ് എങ്ങനെയാണെന്നുള്ളതൊക്കെ എഴുതിയല്ലോ, അതിൻ്റെ കളറൊക്കെ എഴുതി. അപ്പോൾ അതിൻ്റെ കൂടെ 6 ഡ്രോയേഴ്സിലും കൂടെ ആയിട്ട് നമുക്ക് 32 ഷേപ്സ് വരുന്നുണ്ട്. അതിന് ഓരോന്നിനും 3 സെറ്റ് കാർഡ് വീതം വരുമ്പോൾ ടോട്ടൽ 96 കാർഡ്സ് വരും എന്നുള്ളത് കൂടെ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് സോളിഡ് കളറായിട്ടുള്ള കാർഡ് മാത്രം എല്ലാ ഷേപ്പിൻ്റെ ഈ ഡ്രോയറിൽ വരുന്ന, അപ്പോൾ പോളിഗൺ ഡ്രോയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പോളിഗൺ ഡ്രോയർ വരുന്ന 6 ഷേപ്സിൻ്റെയും, അതായത് പെൻഡഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, നണ്ണഗൺ, ഡെക്കഗൺ, ഒക്ടഗൺ, ഈ 6 ഷേപ്പിൻ്റെയും സോളിഡ് കളറായിട്ടുള്ള കാർഡ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അത് അവർ ഓക്കെ ആയി കഴിഞ്ഞാലാണ് നെക്സ്റ്റ് തിക്ക് ഔട്ട്ലൈൻ്റെ കാർഡ് കൊടുക്കുക, പിന്നെയാണ് തിൻ ഔട്ട്ലൈൻ്റെ കാർഡ് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കുക എങ്ങനെയാണ് പ്രസൻറ്റേഷൻ വരുന്നതെന്ന്. ഫസ്റ്റ് നമ്മൾ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് എല്ലാ ഷേപ്സും പുറത്തേക്ക് എടുത്ത് വെക്കുക. ദെൻ കാർഡ്സ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനി കറക്റ്റ് കാർഡിലേക്ക് നമ്മൾ ഷേപ്പ് മാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ലെഫ്റ്റിൽ 3 ഫിംഗേഴ്സ് കൊണ്ട് പിടിക്കുന്നു, റൈറ്റിൽ ഇൻഡെക്സ് ആൻഡ് മിഡിൽ കൊണ്ട് ട്രേസ് ചെയ്തിട്ട് അതിൻ്റെ കാർഡ് ഏതാണോ അതിലേക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, നേരത്തെ നമ്മൾ സോക്കറ്റിലേക്ക് പ്ലേസ് ചെയ്തില്ലേ, അത് കാർഡിലേക്ക് പ്ലേസ് ചെയ്യുക, എന്നിട്ട് സോക്കറ്റിലേക്ക് എടുത്ത് വെക്കുക. അത് എക്സ്ട്രാ കാർഡിലേക്കും കൂടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റിലെ 3 ഫിംഗേഴ്സ് കൊണ്ട് നോബ് പിടിക്കുക, റൈറ്റിലെ ഇൻഡെക്സ് ആൻഡ് മിഡിൽ കൊണ്ട് ട്രേസ് ചെയ്തിട്ട് കാർഡിലേക്ക് പ്ലേസ് ചെയ്യാം.
അപ്പോൾ ഇങ്ങനെ നമ്മൾ സോളിഡ് കളറായിട്ടുള്ള കാർഡുമായിട്ട് വർക്ക് ചെയ്തത് ഓക്കെ ആയി കഴിഞ്ഞാൽ ഇതേ മെത്തേഡിൽ നമുക്ക് തിക്ക് ഔട്ട്ലൈനിൻ്റെ കാർഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഇതേപോലെ വെക്കുക, കറക്റ്റായിട്ടുള്ള അതിലേക്ക് പ്ലേസ് ചെയ്യുക, അങ്ങനെ ചെയ്യിക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ അത് അവർ ഓക്കെ ആയി കഴിഞ്ഞാൽ തിൻ ഔട്ട്ലൈൻ്റെ കാർഡ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കാർഡ് പ്രസൻറ്റേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് നമ്മൾ തിക്ക് ഔട്ട്ലൈൻ സോളിഡ് കളറിൻ്റെത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് ലാസ്റ്റ് റിപ്പീറ്റ് വിത്ത് തിക്ക് ഔട്ട്ലൈൻ ആൻഡ് തിൻ ഔട്ട്ലൈൻ എന്നുള്ളത് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് 3 പ്രസൻറ്റേഷൻസ് വരുന്നത്. ഫസ്റ്റ് പ്രസൻറ്റേഷൻ ഡെമോൺസ്ട്രേഷൻ്റെ, സെക്കൻഡ് വൺ ഷേപ്പ് ട്രേസിങ്, തേർഡ് വൺ കാർഡ്സ് പ്രസൻറ്റേഷൻ. ഓക്കെ, ജോമെട്രിക് കാർഡ്സ്. അപ്പോൾ അങ്ങനെ 3 പ്രസൻറ്റേഷൻസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ജോമെട്രിക് ക്യാബിനറ്റ് ആണ്. അതിലെ 3 പ്രസൻറ്റേഷൻസും അതിൻ്റെ കോമ്പണൻസ് ആൻഡ് ഡിസ്ക്രിപ്ഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ബാക്കി ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.